നമ്മുടെ പ്രേക്ഷകരുടെ ഒരു കാര്യം പറയാനുള്ളത്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നൊരു പാമ്പിനെ എടുത്തിട്ട് വരുന്ന വഴി പാമ്പിനെ പിടിക്കാനായി നിന്ന സമയത്ത് തിരുവനന്തപുരം ജില്ലയിൽ വാമനാപുരം എന്ന് പറയുന്ന സ്ഥലത്തൊരു പാമ്പ് വീട്ടിൽ കയറിയെന്ന് പറഞ്ഞു. അവരതിനെ ഒരു ബോട്ടിലാക്കി വെച്ചു. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ പാമ്പിനെ എടുക്കാനായിട്ട് മറന്നു പോയി. ഒരു പാമ്പിനെ പിടിച്ച് വെച്ചിട്ട് വന്നെടുക്കുക നമ്മളെപ്പോലുള്ള ജോലിയല്ല. കാരണം പാമ്പ് ഒരു വീട്ടിൽ കടന്നാൽ അതിനെ പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലിയല്ല, നമ്മുടെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ യാത്ര. അപ്പോൾ ഞാൻ ആ പാമ്പിനെ എടുക്കാനായിട്ട് വന്നപ്പോൾ ആ പാമ്പിനെ ഒരു ബോട്ടിലെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവർ 2 പേര് പറഞ്ഞതില്ല, ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് ആ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ 2 വ്യക്തികൾ വളരെ മോശമായിട്ട് പെരുമാറുകയുണ്ട്. ഒന്ന്, ഒരു ചെറുപ്പക്കാരൻ പറയുകയുണ്ട്, എന്താ നിങ്ങൾ പാമ്പിനെ പിടിച്ച് വെച്ച് എടുക്കാൻ വന്നിടാത്ത കാര്യം എന്താണ്, നിങ്ങൾക്ക് സർക്കാർ ശമ്പളം തരുന്നില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അത് നമ്മുടെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുക. എന്നെ ഒരു സർക്കാർ നിയമിച്ചിട്ടുള്ളതല്ല, എന്നെ ഒരു സംഘടനയും നിയമിച്ചിട്ടുള്ള ഒരാളല്ല. എനിക്ക് ശമ്പളം സർക്കാർ തരുന്നില്ല. ഞാൻ സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങുന്നില്ല. ഒരു സംഘടനയും ശമ്പളം വാങ്ങിച്ച് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് ഞങ്ങളെപ്പോലുള്ളവർ ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് ഈ സാധുജീവി നാളെ പ്രകൃതിക്ക് അനിവാര്യമാണെന്നും സന്തുലിതാവസ്ഥയ്ക്ക് അനിവാര്യമാണെന്നും നമ്മുടെ പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ജീവികളൊക്കെ ഭൂമിയിൽ വേണമെന്നുള്ളത് കൊണ്ടാണ് നമ്മളെപ്പോലുള്ളവർ കുറേ ആൾക്കാർ മെനക്കെട്ട് ഇതിൻ്റെ പിറകെ പോകുന്നത്. ഞാനൊക്കെ ഒരിക്കലും ധനം മോഹിച്ച് പോകുന്നൊരു വ്യക്തിയല്ല. പക്ഷേ മനസ്സിലാക്കണം, ഇത് ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ തിരുവനന്തപുരത്ത് 1-2 പേരുണ്ട്. അത് അവരുടെ ഒരു സർക്കിളിൽ മാത്രമേ അവർ നിൽക്കുന്നുള്ളൂ. പക്ഷേ ഞാൻ 14 ജില്ലകളിലും സഞ്ചരിക്കുകയാണ്. എന്തായാലും ആ ഒരു തെറ്റായ ധാരണ, സർക്കാർ എന്നെ നിയമിച്ചിരിക്കുന്നു, എനിക്ക് ശമ്പളം സർക്കാർ തരുന്നു എന്നുള്ളൊരു ധാരണ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടെങ്കിൽ, നമ്മുടെ കൗമുദി ടിവിയുടെ പ്രേക്ഷകർക്ക് എന്തായാലും അങ്ങനെ ഒരു ധാരണയില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇത് ആവർത്തിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന നമ്മുടെ പ്രിയ സുഹൃത്തുക്കളുടെ മനസ്സിലൊരു മാറ്റം വേണം.